ബാങ്ക് ഫിക്സഡ് ഡെപ്പോസിറ്റുകൾക്ക് റിസ്ക് തീരെയില്ല. അതായത് നമ്മൾ ഇപ്പോൾ നമ്മുടെ 2 ലക്ഷം രൂപ ഒരു ബാങ്കിൽ FD ആയിട്ട് ഇടുന്ന സമയത്ത് ബാങ്കുകാർ പറയുന്ന ഒരു പലിശയുണ്ട്. ഉദാഹരണം 7% ആയിക്കൊള്ളട്ടെ. ഈ 7% പലിശ നമുക്ക് ഉറപ്പായിട്ടും കിട്ടും. എന്നാൽ ഇനി മ്യൂച്വൽ ഫണ്ടിന്റെ കേസിൽ നിങ്ങൾ മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപം നടത്തുമ്പോൾ ഇത്ര ശതമാനം റിട്ടേൺ തരാം എന്നൊരു ഗ്യാരണ്ടി നിങ്ങൾ കാര്യം തരില്ല. മ്യൂച്വൽ ഫണ്ടിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പണം മ്യൂച്വൽ ഫണ്ട് കമ്പനി സ്റ്റോക്ക് മാർക്കറ്റിലാണ് നിക്ഷേപിക്കുക. അപ്പോൾ കൃത്യമായ ഒരു റിട്ടേൺ ലഭിക്കും എന്നൊരു ഗ്യാരണ്ടി ഇല്ല. ചുരുക്കത്തിൽ മ്യൂച്വൽ ഫണ്ടിലെ നിക്ഷേപങ്ങൾക്ക് റിസ്ക് ഓഫ് റിട്ടേൺ കൂടുതലാണ് ബാങ്ക് ഫിക്സഡ് ഡെപ്പോസിറ്റുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. എന്നാൽ റിസ്ക് എടുക്കുന്നത് കൂടുന്തോറും ലാഭസാധ്യതയും കൂടുന്നു എന്ന കാര്യം നമ്മൾ ഇവിടെ ഓർക്കേണ്ടതാണ്. അതായത് ഫിക്സഡ് ഡെപ്പോസിറ്റുകളേക്കാൾ കൂടുതൽ റിട്ടേൺ ലഭിക്കാൻ സാധ്യതയുണ്ട് മ്യൂച്വൽ ഫണ്ടിൽ നിന്നും.